നമ്മളായിട്ട് അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വാങ്ങിയെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണെന്ത്, ഈ സെഷൻ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ടൊന്ന് നന്ദി പറഞ്ഞേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? മുന്നിലുള്ളവരൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ? ബാക്കിലുള്ളവർക്ക് നല്ല സുഖമാണ്, അവർക്ക് തിരിയൊന്നും വേണ്ട, മുന്നിലുള്ള ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ആർക്കും നന്ദി പറയാൻ അറിയാഞ്ഞിട്ടാ അല്ല. പക്ഷെ എന്നാലും ഞാൻ അവിടെ പോയി പറഞ്ഞ എന്താ ആൾക്കാർ വിചാരിക്കുക, ഞാൻ എങ്ങനെ പറയാൻ എനിക്കെന്നെ അറിയില്ല എന്നുള്ള ഒരു തോന്നൽ, അതൊക്കെ നന്ദി പറയാൻ സെറ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഓരങ്ങോട്ട് പോയിക്കോളും എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരാൾ അവിടുന്ന് എണീറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരാ പോയി. അപ്പം ഇവിടെ ഇരിക്കണ ബാക്കിയുള്ളവരൊക്കെ എന്താ വിചാരിക്കുന്നറിയോ? ഇതാ പോൻ്റെ നന്ദി, ഇതിലേറെ അടിപൊളിയായിട്ട് ഞാൻ നന്ദി പറയായിരുന്നു. അതായത് എൻ്റെ പറയാത്ത നന്ദിനെ കുറിച്ച് നമ്മളിങ്ങനെ വർണ്ണിക്കുക, ഇതിലേറെ അടിപൊളിയായിട്ട് ഞാൻ നന്ദി പറയും എന്നുള്ളത്. ഇതേപോലെയാണ് ഇന്നത്തെ കാലഘട്ടം. കോമ്പറ്റീഷൻ ടൈറ്റായി നിൽക്കുന്ന സമയമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഇടിച്ച് കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല, നമുക്ക് എത്ര അറിവുണ്ട്, നമുക്ക് എത്ര കഴിവുണ്ട് എന്ന് ആരും കാണൂല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും ആളുകൾക്കിടയിൽ നന്ദി പറയാൻ ഒരാളെ വിളിച്ചപ്പോൾ ആ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ ഒരാളല്ലേ ചങ്കൂറ്റം കാണിച്ചത്. അയാളുടെ നന്ദി മാത്രമേ ബാക്കിയുള്ളവർ കണ്ടുള്ളൂ. ഈ ഇരിക്കുന്ന ബാക്കിയുള്ളവരുടെ നന്ദി കാണുമോ? നന്ദിക്ക് എത്ര നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ടോ? ഇല്ല. ചാടിക്കേറിയവന് മാത്രമേ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തോ, കുറിച്ചിട്ടോ. 18 to 23 വരെ കളിച്ച് നടന്നാൽ 23 നിന്ന് അങ്ങോട്ടേക്കും കളിക്കാം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവും. നമ്മളൊരു ജോലിയൊക്കെ നേടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നമ്മളെ വിമർശിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ആ കോഴ്സിന് പോയിക്കോ, ഈ കോഴ്സിന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളൊരു കരിയർ സെലക്ട് ചെയ്ത് ആ കരിയറിൻ്റെ അങ്ങേ അറ്റം വരെ പോകാൻ നമുക്ക് പറ്റണം. ചില കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തു എന്ന് പറയാൻ തന്നെ ഒരു മടിയാണ്. സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് സയൻസ് റിച്ച് ക്ലാസ്, കൊമേഴ്സ് മിഡിൽ ക്ലാസ്, ഹ്യൂമാനിറ്റീസ് പുവർ പീപ്പിൾ. ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചാൽ ആരുണ്ടാക്കി വെച്ചതാ? അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തതെങ്കിൽ പോലും അതിൻ്റെ അങ്ങേ അറ്റം വരെ പോയി ജോലി അടിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അല്ലാതെ നമ്മൾ രക്ഷിതാക്കൾ പറയുമ്പോൾ രക്ഷിതാക്കളോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ഈ ജീവിക്കുന്നത്, പുതിയ ജനറേഷൻ അനുസരിച്ച് ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളോട് എങ്ങാനും രക്ഷിതാവ് ചോദിക്കുകയാണ്, ആ പുതിയ ജനറേഷൻ്റെ ചിന്ത ഒന്ന് പറഞ്ഞു തന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. എന്താ ചിന്ത എന്നൊന്നും പറയാനറിയില്ല. പുതിയ എന്തൊക്കെയോ ഒരു ചിന്ത ഉണ്ട് എന്ന് എന്തുള്ളൂ നമ്മളെടുത്തുള്ളൂ. ഏത് മേഖലയിൽ പോകണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വബോധത്തോടു കൂടെ നിങ്ങൾ തീരുമാനിക്കുക. കരിയർ എന്തെങ്കിലും ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും യാതൊരു കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ വീട്ടമ്മമാരാ. കേരളത്തിൽ ജീവിക്കുന്ന ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഹൈലി ക്വാളിഫൈഡ് ആണ് കേരളത്തിലെ വീട്ടമ്മമാർ. അവർക്കൊക്കെ ജോലി കൂടുതലും എന്താ, വീട്ടമ്മ എന്നുള്ള ജോലി തന്നെ. എന്തുകൊണ്ടാണ്? സാഹചര്യം അവരെ എടുത്തെറിഞ്ഞു. ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടാണോ? ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടല്ല. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ വക പുരുഷന്മാരെക്കാളൊക്കെ മേലെ നിൽക്കുന്ന ക്വാളിഫിക്കേഷനാ. പക്ഷെ ഓരോന്നും ജോലിയിലെത്താതെ പോയതുകൊണ്ട്, സാഹചര്യം കൊണ്ടാ. സോ നമ്മളായിട്ട് എന്ത് ചെയ്തോ, ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തോ, എനിക്ക് ജോലിയിലേക്ക് എത്തണം എന്നുള്ള വാശി. കാരണം നമ്മൾ ഈ കാണുന്ന സപ്പോർട്ടുകളൊന്നും നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? നമ്മൾ അലാം വെക്കാറില്ലേ? രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് അലാം വെക്കും. അലാം വെക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും അറിയാം, ചാർജ് ഉണ്ടെങ്കിൽ അലാറം 100% അടിച്ചിരിക്കും. ഉറപ്പല്ലേ? പക്ഷേ നമ്മൾ ഓഫാക്കുന്ന എത്ര % ഗ്യാരണ്ടി ഉണ്ട്? നാളെ രാവിലെ വെക്കുന്ന അലാം നമ്മൾ തന്നെ ഓഫാക്കും എന്നുള്ളത് എത്ര % ഗ്യാരണ്ടി ഉണ്ട്? 1% നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. എത്രയോ ആളുകൾ അലാം വെച്ചിട്ട് ഓഫാക്കാൻ ജീവിച്ചിരിപ്പില്ലാതെ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് നമ്മൾ ഏതെങ്കിലും അലാം വെച്ചപ്പോൾ നമ്മൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ, ഉമ്മ ഞാൻ 6 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്, ഓഫാക്കാൻ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓഫാക്കണിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു റിയാലിറ്റിയിൽ സംഭവിക്കാവുന്ന കാര്യമല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ അതും വിചാരിച്ച് പറയാറുണ്ടോ?
ഇല്ല. കാരണം ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷകളുടെ കൂടെയാണ്. 6 മണിക്കും ഓഫാക്കാൻ ഞാനുണ്ടാവും, 6:05 വരെ സ്നൂസാക്കാനും ഞാനുണ്ടാവും, അവിടുന്ന് അങ്ങോട്ട് വീണ്ടും 5 മിനിറ്റ് നീട്ടിവെക്കാനും ഞാനുണ്ടാവും. മൊത്തത്തിൽ ഓഫാക്കാനും ഓണാക്കാനും ആരെന്നെ ഉണ്ടാവും? ഞാൻ തന്നെ ഉണ്ടാവും എന്നുള്ളത്.